പിന്നെ അവിടെ സാധാരണ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് അധികം നിസ്കരിക്കണമെന്നുണ്ട്. ഇമാമിങ്ങൾ സാധാരണ പള്ളിയിൽ 11 റക്അത്താണ് നിസ്കരിക്കുക. എനിക്ക് അധികം നിസ്കരിക്കണമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ റമദാനിലെ പല ആളുകൾ കൂടുതൽ ഉറങ്ങൂല, കുറച്ചൊന്ന് ഉറങ്ങി വീണ്ടും എഴുന്നേൽക്കും. ഒരു 3 മണി 4 മണി സമയത്ത് അത്താഴത്തിന് മുമ്പ് എഴുന്നേറ്റ് ഞാൻ വീണ്ടും നിസ്കരിക്കാൻ പറ്റുമോ? അവിടെ അതിന്റെ ഉത്തരം പണ്ഡിതന്മാർ പറഞ്ഞു, അവർ വീണ്ടും നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമെന്ന് മുമ്പേ ഉറപ്പുള്ളവനാണെങ്കിൽ അവൻ ഇമാമിന്റെ കൂടെ വിത്റാക്കരുത്. പിന്നെ വിത്റാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? അവസാനത്തെ 3 റക്അത്ത് പിരിഞ്ഞ് വീട്ടിൽ പോയി നിസ്കരിക്കാനാണോ? അല്ല, ഇമാമിന്റെ കൂടെ ആ 11 നിസ്കരിച്ച് 11ാമത്തെ റക്അത്തിൽ ഇമാം സലാം വീട്ടുമ്പോൾ ഇയാൾ എഴുന്നേറ്റ് നിന്ന് ഒരു റക്അത്തും കൂടി പൂർത്തിയാക്കിയിട്ട് 2 ആക്കുക. എന്നിട്ട് അയാൾ പിന്നീട് എപ്പോഴാണോ നിസ്കരിക്കുന്നത്, എത്രയാണോ നിസ്കരിക്കുന്നത് അത് ഈ 2 നിസ്കരിച്ച് എപ്പോഴാണോ അയാൾക്ക് നിർത്തണം എന്ന് തോന്നുന്നത് അപ്പോൾ ഒറ്റയാക്കി അവസാനിപ്പിക്കുക. എന്നാൽ മുമ്പേ ധാരണയില്ല, ഇന്ന് നേരത്തെ എഴുന്നേറ്റു അപ്പം നിസ്കരിക്കണം എന്ന് തോന്നുകയാണോ? അയാൾ നേരത്തെ വിത്രാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വിത്റാനി ഫീ ലൈല, ഒരു രാത്രി 2 വിത്രില്ല, അതുകൊണ്ട് ഇനി വിത്രാക്കണ്ട, ഈ 2 റക്അത്തായിട്ട് നിസ്കരിച്ചാൽ മതി. കാരണം വിത്ര നേരത്തെ ആക്കി. അതിന്റെ നേരത്തെ ആക്കിയത് ഞാൻ പിന്നീട് നിസ്കരിക്കാൻ എനിക്ക് ഒരു ആരോഗ്യം അവസരം കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് കിട്ടി. അപ്പം ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ സമയത്ത് എനിക്ക് എന്തും ചെയ്യാം. അപ്പം എനിക്ക് നിസ്കരിക്കണം തോന്നാണ്, നിസ്കരിക്കാം, അതിന് തടസ്സമില്ല. അത് പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. അപ്പം ഈ രാത്രി നിസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ എന്നുള്ളത് മുഖ്യമാണ്. അതിൽ വീഴ്ച വരുത്താതെ ബാക്കി നമുക്ക് വീണ്ടും ആവർത്തിച്ച് നിസ്കരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് നിസ്കരിക്കാം.